ഷാലോം ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുതുപുത്തൻ താളുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആർക്കിയോളജിസ്റ്റായ കാളിദാസന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ മായയുടെ അപ്രതീക്ഷിതമായൊരു കോൾ വരുന്നു. ആവശ്യപ്പെട്ടത് തട്ടിൽക്കുട്ടി ദോശ. സ്ത്രീകളോട് സംസാരിച്ചങ്ങനെ പരിചയമൊന്നുമില്ലാതിരുന്ന കാളിദാസന് ദേഷ്യം വരുന്നു. അവർക്കിടയിലൊരു വഴക്കുണ്ടാകുന്നു. രണ്ടാൾക്കും ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രിയം അവർക്കിടയിൽ ഒരു കണക്ഷൻ കൊണ്ടുവരുന്നു. സംസാരങ്ങൾക്കിടയിൽ പലതരം ഭക്ഷണങ്ങളും അവയെക്കുറിച്ചുള്ള ഓർമ്മകളുമൊക്കെ പങ്കുവെച്ച് അവരുടെ ഈ ബന്ധം ഡീപ്പാകുന്നു. അതൊരു പ്രണയമാകുന്നു. വഴക്കിൽ നിന്നും പ്രണയത്തിലേക്കുള്ള സുന്ദരമായ യാത്രയുടെ കഥ പറയുന്ന സോൾട്ട് ആൻഡ് പെപ്പർ എന്ന മലയാള ചലച്ചിത്രം ഭക്ഷണത്തിന് വിശപ്പടക്കുക എന്നതിനപ്പുറമുള്ള ഒരു വൈകാരിക തലത്തെ സുന്ദരമായ രീതിയിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഓർമ്മയിൽ നിന്നെടുത്ത് നന്ദി പറയാൻ ഇന്ന് ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമെടുത്താലോ? ഞാൻ പറയുന്നത് അമ്മയോ ചേച്ചിയോ ഒക്കെ ഉണ്ടാക്കി തരുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡിനെ കുറിച്ചല്ല കേട്ടോ. ഭക്ഷണം എടുക്കാൻ മറന്നുപോയിട്ടോ, അല്ലെങ്കിൽ ദീർഘദൂര യാത്രയായതുകൊണ്ടോ, കയ്യിലെടുത്ത ഭക്ഷണം കേടായി പോയതുകൊണ്ടോ വിശന്നിരുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ കിട്ടിയ ഫുഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് വലിയ സദ്യയൊന്നും ആകണമെന്നില്ല. ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ നീട്ടിത്തന്ന ഒരു ഉരുള ചോറായാലും മതി. അതൊരു സുന്ദരമായ ഓർമ്മയല്ലേ? ചിലപ്പോൾ ഇത്തിരി ആലോചിക്കേണ്ടി വരും. ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം. വിശന്നിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ഭക്ഷണം തന്ന വ്യക്തിക്ക് ഇന്ന് നന്ദി പറയാം. അന്നത്തെ ഓർമ്മകൾ എഴുതി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുമ്പോൾ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ പൂർത്തിയാകും. ഈ ഓർമ്മ വെറുതെ ഒരു ഓർമ്മിച്ചെടുക്കൽ മാത്രമായി ഒതുങ്ങില്ല കേട്ടോ. വിശന്നിരിക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഇത് പ്രേരണയാകുമെന്ന് ഉറപ്പുണ്ട്. നന്മ വളരട്ടെ. Remember, life changes when gratitude begins.